നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് ധനുമാസ ഫലമാണ്. കൊല്ലവർഷം 1201 ധനുമാസം 1 മുതൽ 30 വരെയും ഇംഗ്ലീഷ് വർഷം 2025 ഡിസംബർ 16 മുതൽ 2026 ജനുവരി 14 വരെയുമുള്ള നിങ്ങളുടെ 27 നക്ഷത്രക്കാരുടെയും ചാരവശാലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായിട്ട് മേടരാശിയാണ്. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴം 3-ൽ മറഞ്ഞതായി കാണുന്നു. അപ്പോൾ ഭയപ്പെടേണ്ട. ഏത് കാര്യങ്ങൾ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോൾ തന്നെ ശരിയാകണമെന്നില്ല. 3-ലെ വേഴം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആവർത്തിച്ചുള്ള പരിശ്രമത്താൽ നമുക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. പിന്നെ കമ്മ്യൂണിക്കേഷൻ വഴി, അതായത് നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ വഴിയും സഹോദര സ്ഥാനീയർ മുഖേനയും ചില ഗുണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനായി തന്നെ നന്നായിട്ട് പരിശ്രമിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേഴത്തിൻ്റെ 3-ലുള്ള നിൽപ്പ് കൊണ്ട് ആ വേഴഗ്രഹത്തെ നമുക്ക് പരിപോഷിപ്പിച്ച് പോവുകയാണെങ്കിൽ കൂടുതൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ സഫലമായി വരും. അപ്പോൾ അതിനായിട്ട് വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യാം. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് നിലവിൽ 7 ശനി ബന്ധമുള്ള രാശിയാണ് മേടക്കൂറ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശനിപ്രീതി കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ മാസത്തിൻ്റെ അവസാനം, അതായത് ജനുവരി മാസം 12-ന് ശേഷം നിങ്ങൾക്ക് കർമ്മസംബന്ധമായ പുരോഗതിയും ധനലാഭവും കാണുന്നു. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 2-ാമിടത്തുണ്ട്. 2-ാമിടം എന്ന് പറയുമ്പോൾ നമ്മളുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി ഒക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, വിദ്യാ വിജയം, പിന്നെ ഉദ്യോഗലബ്ധി ഉദ്യോഗാർത്ഥികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഗ്രഹം മോടി കൂട്ടുന്നവർ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ സഫലമാകും. ഇനി പുതുഗ്രഹം നിർമ്മിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അതും സഫലമാകും. പൊതുവേ ഇടവരാശിക്കാർക്ക് ഗുണഫലങ്ങളാണ് കൂടുതലും ഉള്ളത്. എന്നാൽ ഈ ശനി ഈ രാശിയിൽ ബന്ധം വരുന്നുണ്ട്. അത് നിങ്ങളുടെ അവിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ ദോഷമില്ല. എന്നാൽ ശനി ഭഗവാനെ അല്ലെങ്കിൽ ശനി ഗ്രഹത്തെ കൂടി പരിപോഷിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം 100% വിജയത്തിലോട്ടെത്തും. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം, മുക്കാൽ. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള മഹാഗുരു
ആ രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. അവിടെ നിന്നിട്ടുള്ള ദൃഷ്ടി കൊണ്ടും ഒക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും കിട്ടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ വേഴത്തെ കൊണ്ട് നമുക്ക് ഗുണഫലങ്ങൾ കിട്ടും ഇതിന് രാശിക്കാർക്ക്. എന്നാൽ ഈ രാശിക്കാർക്ക് നിലവിൽ ശനിബന്ധം, അതായത് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ശനി നിന്നുകൊണ്ട് കണ്ടകശനി ഉണ്ട് എന്ന് പറയുന്നു. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ദോഷം വരാനായിട്ടില്ല. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർതത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് വേഴം മറഞ്ഞു, വേഴം 12-ൽ മറഞ്ഞു. അപ്പോൾ അവിടെ നിന്നുകൊണ്ടുള്ള ഗുണഫലങ്ങൾ വന്നേക്കാം. എന്നാലും ധനപരമായ ദൂരം, അതായത് ഈ 12 ദൂരദേശമൊക്കെ സൂചിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നാലും ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തണം. അതുമാത്രമല്ല, സന്താനകാരകനും കൂടി ആയതിനാൽ നമ്മുടെ കുട്ടികളുടെ കാര്യവും അവരുടെ വിദ്യാഭ്യാസവുമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഏത് കാര്യമായിരുന്നാലും ഒരു കാലതാമസമൊക്കെ വരുന്നതായിട്ടും ഒക്കെ കാണുന്നു. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്ത് പോയാൽ നമുക്ക് ആ കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ ഈ കർക്കിടകക്കൂറിൽ വരുന്ന ആൾക്കാർക്ക് ഈ നിലവിൽ അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോകണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതു പറയുന്നു, ഏതു കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും ചില തടസ്സങ്ങൾ വന്നേക്കാം. ആവർത്തിച്ച് പരിശ്രമിക്കുക. ഇനി പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു മറ്റൊരു അവസരത്തിലോട്ട് മാറ്റിവെക്കുന്നതും ഉചിതമാണ് എന്ന് കേതു സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്തു പോവുക. നാഗരാജ പ്രീതി, പിന്നെ കേതു നിൽക്കുന്ന രാശിയുടെ ചുമതല സൂര്യനാണ്. അപ്പോൾ ശിവപ്രീതി, അത് രണ്ടും ചെയ്യുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ഈ മാസം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം അല്ലെങ്കിൽ മഹാഗുരു നിങ്ങൾക്ക് അവിഷ്ടസ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധമായ ഐശ്വര്യവും ഭാഗ്യവും ഭൗതികമായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടാകും. യാത്രാഗുണം, വിവാഹാദി കാര്യങ്ങൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, ഗൃഹനിർമ്മാണം, സന്താനങ്ങൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം, ഇനി വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹയോഗം, അങ്ങനെയുള്ള അനവധി കാര്യങ്ങളാണ് ഈ ചിങ്ങരാശിക്കാർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വേഴത്തെ കൊണ്ട് ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ ആ രാശിയിൽ കേതുവിൻ്റെ നിൽപ്പുണ്ട്, അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ആയതിനാൽ നാഗരാജ പ്രീതി കൂടി ചെയ്ത് പോകേണ്ടതാണ്. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 3/4 ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം കർമ്മസ്ഥാനത്താണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് 10-ലെ വേഴം പറയുന്നത് നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധ നേരത്തെ ഉണ്ടായിരുന്ന ശ്രദ്ധയെക്കാളും കുറച്ചുകൂടി
കരുതലെടുക്കണം എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും നമ്മുടെ തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ തൊഴിലിന് സ്ഥാനചലനം ഒക്കെ ഉണ്ടാകാൻ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല. ഇത് പറയാനുള്ള കാരണം 10-ലെ വേഴം അത്രത്തോളം ശുഭകരമല്ല. നമുക്ക് പിന്നെ തൊഴിൽ മാറ്റമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് ശുഭകരമായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ രാശിക്കാർക്ക് നിലവിൽ കണ്ടകശനി കാലമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോയിരുന്നാലും ആലോചിച്ച് വേണം ചെയ്യാൻ. ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ നോക്കുകയും വേണം. അപ്പം പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് വേഴപ്രീതി ശനിപ്രീതിയാണ് പരിഹാരം, ദൈവഹിതം പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് തുലാമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 3-ൻ്റെയും 6-ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. ഭാഗ്യം പെട്ടെന്ന് വരത്തില്ല. എന്നിരുന്നാലും നിൽക്കുന്ന സ്ഥാനം വച്ചിട്ട് നമുക്ക് ഭാഗ്യങ്ങൾ ഉണ്ടാകണമെന്നാണ് കാണുന്നത്. ഭാഗ്യം വേഴം തരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ വഴിയും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നന്നായിട്ടുള്ള പരിശ്രമം കൊണ്ട് മാത്രമേ അത് ശരിയാക്കി എടുക്കാൻ സാധിക്കൂ. നിരാശയൊന്നും വേണ്ട. അപ്പോൾ പരിശ്രമത്തിന് ഫലമുണ്ടാകും എന്നാണ് ഈ രാശിക്കാർക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാകാനായിട്ടുള്ളത് കാര്യമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഈ 5-ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇറങ്ങുന്ന ചില കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഈ വേഴത്തിൻ്റെ നിൽപ്പ് കൊണ്ട് ആ നിരാശ മാറുന്നതായിട്ട് കാണുന്നു. വേഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് നിങ്ങളുടെ ജന്മരാശിയിലും പിന്നെ നിങ്ങളുടെ 5-ാം ഭാവം നിരാശയൊക്കെ മാറും എന്ന് പറഞ്ഞ കാരണം അതാണ്. അപ്പോൾ ഈ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെയും ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നിരാശകളൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ നമുക്കുണ്ടാകും. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം അഷ്ടമത്തിൽ മറഞ്ഞു. അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഒരു കരുതലോടെ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങളും സൂചിപ്പിക്കുന്നു. അതായത് പാഴ് ചിലവുകൾ വരാതെ നോക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ വരണമെന്ന് നിർബന്ധമല്ല, എന്നാലും കരുതൽ വേണമെന്നാണ്. ഏതെങ്കിലും തരത്തിൽ വാഹന സംബന്ധിയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ചിലവ് വർദ്ധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട ദൈവഹിതം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്യാം. ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. പിന്നെ നിങ്ങൾക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. ഡിസംബർ 29-നാണ്. അത് നിങ്ങളുടെ ധനസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ചില നല്ല കാര്യങ്ങൾ, ധനപരമായ പുരോഗതിയും വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാവിജയവും ഒക്കെ തന്നെ ഉണ്ടാകുന്നതായിട്ട് ബുധൻ്റെ രാശിമാറ്റം കൊണ്ട് പറയുന്നു. അപ്പം വൃശ്ചിക രാശിക്കാർക്ക് ദോഷം മാത്രമല്ല ഗുണഫലങ്ങളുമുണ്ട്.
ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വ്യാഴം, സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു. ഈ നിവർത്തി സ്ഥാനം യാത്രാസ്ഥാനം, വിവാഹസ്ഥാനം എന്ന് വേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെ കാണുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സഫലമാക്കി എടുക്കാൻ സാധിക്കും എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് വ്യാഴത്തെ പരിപോഷിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കാലതാമസം ഒഴിവാക്കി നമുക്ക് നേരത്തെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അത് വ്യാഴത്തെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ഞാനിവിടെ പറഞ്ഞു. എന്നാൽ ഈ രാശിക്കാർക്ക് നിലവിൽ കണ്ടകശനി കാലമുണ്ട്. അതുകൊണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ മാതാവിനോ പിന്നെ ബന്ധുജനങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒക്കെ ചില രോഗ അരിഷ്ടതകളും അല്ലെങ്കിൽ ധനനഷ്ടങ്ങളും ഒക്കെ അവർക്ക് ധനനഷ്ടങ്ങളൊക്കെ വരാനൊക്കെ ഉള്ള സാധ്യത 50% ഉണ്ട്. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ അവസ്ഥ വച്ചിട്ട് ഈ ദോഷങ്ങളൊക്കെ കുറയുന്നതായിട്ടും കാണുന്നു. ഭാഗ്യം ഉണ്ടാകും. അപ്പോൾ ശനിപ്രീതി കൂടി ഈ രാശിക്കാർ ചെയ്യുന്നത് ഉചിതമാണ്. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വ്യാഴം മറഞ്ഞു, 6-ൽ മറഞ്ഞു. ആറെന്ന് പറയുമ്പോൾ ജ്യോതിഷ ഭാഷയിൽ രോഗം, ശത്രു, കടം ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവണമെന്നല്ല, എന്നാലും 6-ാം ഭാവം ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനായിട്ട് നമ്മൾ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ദോഷകാഠിന്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ മാസാവസാനം, അതായത് ജനുവരി മാസം 12-ന് ശേഷം നിങ്ങളുടെ 5-ാം ഭാവത്തിൻ്റെ ചുമതലയും പത്താം ഭാവത്തിൻ്റെ ചുമതലയുള്ള ശുക്രൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നു. അപ്പോൾ മാസാവസാനത്തോടുകൂടി നമുക്ക് ശുഭഫലങ്ങളും സിദ്ധിക്കുന്നതായിട്ട് കാണുന്നു. അതിനായിട്ട് ദേവീപ്രീതി ചെയ്യുന്നത് ഉചിതം. അപ്പോൾ ഇതൊക്കെ മകരരാശിക്കാർക്ക് കുറിച്ച് പറഞ്ഞു ഞാൻ. എന്നാൽ നിലവിൽ നിങ്ങൾക്കിപ്പോൾ രാഹുവിൻ്റെ നിൽപ്പാണ് ഉള്ളത്. നിങ്ങളുടെ വാക്ക്, പ്രവൃത്തി, നമ്മുടെ സ്വന്തം വീട്, അങ്ങനെയുള്ള സ്ഥാനത്ത് ധനസ്ഥാനം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനത്താണ് രാഹു നില ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസരമൊക്കെ വൃത്തിയാക്കിയിടുക. പിന്നെ എന്തെങ്കിലും ജീവികളുടെ ആക്രമണങ്ങൾ ഉണ്ടാവാതെയൊക്കെ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞ് പേടിയാക്കുന്നതല്ല, എന്നാലും ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. പട്ടി, പൂച്ച അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടുതൽ കരുതലോടെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അതല്ലെങ്കിൽ അതിൻ്റെ കടിയേക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലത്. അപ്പോൾ അതിനായിട്ട് ദൈവഹിതം പറയുന്നത് നാഗരാജ പ്രീതി, ആയില്യം തോറും മുടങ്ങാതെ ഈ രാശിക്കാർ ചെയ്യുന്നത് ഉത്തമമാണ്. ഇനി പറയുന്ന കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴം
നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. നല്ല സ്ഥാനമെന്ന് പറഞ്ഞാൽ അഞ്ചാം ഭാവം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. മനസ്സ്, സന്താനം. എന്താണ്? സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം. പിന്നെ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും എന്നാണ് വേഴം 5-ൽ നിന്നുകൊണ്ട് നമ്മളെ അറിയിക്കുന്നത്. അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന, മത ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നത് ഉചിതം. ഇപ്പോൾ വേഴം നമുക്ക് ഗുണഫലങ്ങൾ തരും കുംഭരാശിക്കാർക്ക് തീർച്ചയായിട്ടും. എന്നാൽ ആ രാശിയിൽ നില ഉറപ്പിച്ചിട്ടുള്ള രാഹു, അത് നമുക്ക് ചില നേരത്തെ ശ്രമിച്ചിട്ട് പല കാര്യവും നടക്കാതെ നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വേഴത്തിൻ്റെ ദൃഷ്ടി ഈ രാശിയിലോട്ട് പതിക്കുന്നതിനാൽ ആ നിരാശയ്ക്ക് മാറുന്നതായിട്ട് കാണുന്നു. എന്നാലും ആ രാഹുവിനെ പ്രീതിപ്പെടുത്തി പോകുന്നത് ഉത്തമമാണ്. പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ധനസ്ഥാനത്ത് ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മുടെ സ്വന്തം വീട്, ഈ ക്രയവിക്രയങ്ങളൊക്കെ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇനി മുതൽ അതിന് ഉള്ള അനുകൂല അവസ്ഥ തെളിയുന്നതായിട്ട് വേഴം സൂചിപ്പിക്കുന്നു. അപ്പോൾ ധനസ്ഥാനത്ത് നിൽക്കുന്ന ശനിയെ കൂടി പ്രീതിപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ശനിയാഴ്ച. അപ്പോൾ ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന 15 നാഴിക, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് വേഴം, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള വേഴം 4-ലാണ്. 4 എന്ന് പറയുമ്പോൾ സുഖസ്ഥാനം, സുഖം, വാഹനം, മാതൃസ്ഥാനം, ബന്ധുജനങ്ങൾ, കൂട്ടുകാർ എന്നിവയാണ് പ്രധാനമായിട്ടൊക്കെ പറയുന്നത്. ആ സ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. വേഴം ദോഷമല്ല, എന്നാലും പൂർണ്ണമായ ഫലം തരാൻ ആ വേഴത്തിന് കഴിയില്ല. കാരണം ഈ വേഴത്തെ ശനിയുടെ ബന്ധം ആ വേഴത്തിലോട്ട് ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ ഫലം 100% കിട്ടത്തില്ല. നമുക്ക് 50% പ്രതീക്ഷിക്കാം വേഴത്തെ കൊണ്ട്. അപ്പോൾ അതിനായിട്ട് വിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ആകാം. പിന്നെ വന്നിട്ട് ആ രാശിയിൽ നിൽക്കുന്ന ശനി ദേവനെ പ്രീതിപ്പെടുത്തുക. അത് നമുക്ക് കൂടുതൽ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ കാലതാമസം കൂടാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് നിലവിൽ ജന്മശനി കാലമാണ്. ആയതിനാൽ ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തേണ്ടത് ഉത്തമമാണ്. അപ്പം ഇപ്പോൾ ഈ 12 രാശിയിൽപ്പെടുന്ന 27 നക്ഷത്രക്കാരുടെയും നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചാരവശാലുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും ചില ഏറ്റക്കുറച്ചിലുകൾ, വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അത് നമ്മുടെ ഇപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർക്കും നടക്കുന്ന ദശ, അപഹാരം അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജാതകത്തിൽ, നമ്മുടെ സ്വന്തം ജാതകത്തിൽ വേഴം നല്ല സ്ഥാനത്ത് നിൽക്കുന്ന, ഇപ്പോൾ മോശം ഫലം പറഞ്ഞ രാശിക്കാരുണ്ട്. വേഴം മറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ സ്വന്തം ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് വേഴം നിൽക്കുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ദോഷം വരാനില്ല. ഇത് ദോഷം പറഞ്ഞ രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത്. വലിയ ദോഷം വരത്തില്ല, അതാണ്. എന്നാലും ചാരവശാലുള്ള ആ ദോഷഫലം കുറച്ച് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ഗുണഫലം പറഞ്ഞവർ, അവർക്കിപ്പോൾ നടക്കുന്ന ദശയൊക്കെ മോശമാണെങ്കിൽ ആ ഗുണഫലം നമുക്ക് 50% കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള അത് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വ്യക്തമാവണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജാതകം
പരിശോധിക്കുന്നതാണ് ഉചിതം. അപ്പോൾ ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും എല്ലാവിധമായ ഐശ്വര്യവും ജോലിയും സന്തോഷവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.